ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്: കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഒരു നല്ല സ്വഭാവ ഗുണം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുക, ഇങ്ങനെയാണ് പറഞ്ഞത്: ഒന്ന്, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, കർത്താവ് വിശ്വസ്തത പുലർത്തുന്നവനാണ്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. തന്ന ഒരു വാഗ്ദത്തം പോലും കർത്താവ് നിവർത്തിക്കാതെ വിടുന്നില്ല. ആ വാഗ്ദത്തങ്ങളെല്ലാം യേശു കർത്താവിൽ നിന്ന് ഞാനും നിങ്ങളും വ്യക്തിപരമായി പ്രാപിക്കുന്നുണ്ടെങ്കിൽ, വ്യക്തിപരമായി ആ വാഗ്ദത്തങ്ങളെ നമ്മുടേതാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, ആ വാഗ്ദത്തങ്ങളെല്ലാം കർത്താവ് ചെയ്തു തരാൻ വിശ്വസ്തനാണ്, നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച്, നമ്മൾ ആടിപ്പോകാതെ, നമ്മൾ മാറിപ്പോകാതെ, കർത്താവ് നമ്മളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിലകപ്പെടാതെ നമ്മളെ കാക്കുന്നൊരു കർത്താവ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവാണ്. കർത്താവ് നമ്മളെ ദുഷ്ടൻ്റെ കയ്യിൽപ്പെടാതെ, ദുഷ്ടന് നമ്മളെ തൊടാൻ പറ്റിയല്ല. കാര്യം കർത്താവിൻ്റെ കാവൽ നമുക്കുണ്ട്. കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നു. വിശ്വസ്തനായ കർത്താവ് ദുഷ്ടൻ്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കാതെ കർത്താവ് സൂക്ഷിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്: പിശാചിനെ പിടിച്ചോ, പിശാചിൻ്റെ കയ്യിലാണോ ഞാൻ? പ്രിയമുള്ളവരെ, കൊടുക്കുകയല്ല. കർത്താവ് നിങ്ങളെ പിശാചിൻ്റെ കയ്യിൽ കൊടുക്കുന്നവനല്ല. കർത്താവ് നിങ്ങളെ മറ്റൊരു ശത്രുവിനെ ഏൽപ്പിക്കുന്ന കർത്താവല്ല. കർത്താവ് വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ വണ്ണം. ചിലപ്പോൾ ദുഷ്ടൻ ചതിയൊക്കെ ആയിട്ട് വരും, ചതികളും കെണികളും ഒക്കെ ആയിട്ട് വരും. പക്ഷെ നീ അകപ്പെട്ടു പോവുകയില്ല. നിനക്ക് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാൻ ഒക്കുകയില്ല. നിന്നെ കർത്താവ് അങ്ങനെ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ കാര്യം അറിയാവോ? യേശു നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിങ്ങൾ അകപ്പെടാതെ വണ്ണം കർത്താവ് നിങ്ങളെ ഓരോ നിമിഷവും കർത്താവ് സംരക്ഷിക്കും. കർത്താവ് കാത്തുപാലിക്കും. കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, ഒട്ടും പ്രയാസപ്പെടേണ്ട. ഇന്ന് പകലും ആ യേശു നിങ്ങളുടെ കർത്താവാണ്. ആ യേശു നമ്മുടെ രക്ഷിതാവാണ്. ആ യേശു നമുക്ക് വിശ്വസ്തനാണ്. അവൻ നമ്മളെ സൂക്ഷിക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ കൊടുക്കാതെ, നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാതെ, നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളെ വിടുവിച്ച് അത്ഭുതകരമായി നടത്താൻ ആ യേശു ഇന്ന് പകലും വിശ്വസ്തനാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് വിശ്വസ്തനാണെന്ന് ഞങ്ങളോട് കർത്താവ് പറഞ്ഞല്ലോ. അങ്ങ് വാക്ക് മാറാത്തവനാണല്ലോ. അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും ഞങ്ങൾക്ക് കർത്താവെ അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പോരാ കർത്താവെ, ഞങ്ങൾ ദുഷ്ടൻ്റെ കയ്യിലകപ്പെടാതെ കർത്താവ് ഞങ്ങളെ കാത്തുകൊള്ളുന്നത് കൊണ്ട് ഇന്ന് പകലും ഞങ്ങൾ സുരക്ഷിതരാണ്. ഈ ദിവസവും ഞങ്ങൾ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കും. ഞങ്ങളുടെ ഒരു നന്മയും ദുഷ്ടൻ എടുത്തുകൊണ്ട് പോവുകയില്ല. ഞങ്ങളെ കർത്താവ് അത്ഭുതകരമായി നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അങ്ങനെ അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും ആ വിശ്വസ്തനായ കർത്താവിൻ്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.